ഗ്യാസ്ട്രോസ്കിസിസ് ആൻഡ് ഓംഫാലോസീൽ. ഓക്കെ, ഇത് രണ്ടും ആൻറ്റീരിയർ വാൾ അബ്ഡോമിനൽ ഡിഫക്ട്സ് ആണ്. രണ്ടിലും ഇൻറ്റേർണൽ ഓർഗൻസ് എസ്പെഷ്യലി ഇൻഡസ്റ്റൈൻ ഒക്കെ അബ്ഡോമിൻ ത്രൂ പുറത്തോട്ട് എക്സ്പോസ്ഡ് ആവുന്നതാണ്. പക്ഷേ ഇത് തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. അത് വെച്ചിട്ട് എക്സാംസിൽ ക്വസ്റ്റ്യൻസ് കിട്ടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് രണ്ടും ഒന്ന് നോക്കാം. ഗ്യാസ്ട്രോസ്കിസിസ് എന്ന് വെച്ചാൽ കൺജനിറ്റൽ ഡിഫക്റ്റ് ആണിത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അബ്ഡോമിനൽ വാൾ ഡിഫക്റ്റ് ആണ്. എസ്പെഷ്യലി ലാറ്ററൽ സൈഡിൽ, റൈറ്റ് സൈഡിലാണ് ഇത് ഉണ്ടാവാൻ സാധ്യതയുള്ളത്, അംബിലിക്കസിന് അടുത്തായിട്ട്. അതാണ് മെയിൻ വ്യത്യാസം. ഓംഫാലോസീൽ അംബിലിക്കസ് ത്രൂ ആണ്, ഇത് പെരി അംബിലിക്കലാണ്. അംബിലിക്കസിന് സാധാരണഗതിയിൽ റൈറ്റ് സൈഡായിട്ട്. ഇതിൻ്റെ കാരണമായിട്ട് പറയുന്നത് അബ്ഡോമിനൽ വാള് ഫീറ്റൽ ഡെവലപ്മെൻറ്റ് സമയത്ത് പ്രോപ്പറായിട്ട് ഫ്യൂസ് ആവാത്ത അല്ലെങ്കിൽ ക്ലോസ് ആവാത്തതാണ് കാരണം. അപ്പോൾ ആ ഒരു ഗ്യാപ്പിലൂടെ എന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ ഇൻഡസ്റ്റൈൻ പോലുള്ള, ഇൻഡസ്റ്റൈൻ ആകാം, മെയിനായിട്ട് ഇൻഡസ്റ്റൈൻ ആണ്, മറ്റ് അബ്ഡോമിനൽ ഓർഗൻസ് ആകാം, ഇതുവഴി പുറത്തോട്ട് പ്രൊട്രൂഡ് ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഇതിനൊരു പ്രൊട്ടക്റ്റീവ് സാക്ക് ഉണ്ടാവില്ല, നേരെ മറിച്ച് ഓംഫാലോസീൽ ഇല്ലതുകൊണ്ട്. ഓക്കെ, ഈ പ്രൊട്ടക്റ്റീവ് സാക്ക് അല്ലെങ്കിൽ ഒരു കവറിങ് ഇതിന് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഓർഗൻസ് എന്താവും, അമ്നിയോട്ടിക് ഫ്ലൂയിഡുമായിട്ട് കോൺടാക്റ്റിലോട്ട് വന്നിട്ട് ഇൻഫ്ലമേഷനും ബവൽ എന്താ പറയുന്നത് എൻലാർജ്മെൻറ്റ് അല്ലെങ്കിൽ എൻലാർജ്മെൻറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, തിക്നെസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇതിൻ്റെ കൂട്ടത്തിൽ മറ്റ് കൺജനിറ്റൽ ഡിഫക്ട്സ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല, നേരെ മറിച്ച് ഓംഫാലോസീൽ ഇല്ലതുകൊണ്ട് ഞാൻ പറയാം. ഓക്കെ, അടുത്തത് ഓംഫാലോസീൽ. ഓംഫാലോസീൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോസ് മനസ്സിലാക്കേണ്ടത്, അംബിലിക്കസിലോട്ട് എസ്പെഷ്യലി ഇൻഡസ്റ്റൈനൊക്കെ തുടക്കത്തിൽ ഫീറ്റൽ ഡെവലപ്മെൻറ്റിലെ ഏർലി സ്റ്റേജസിൽ അല്ലെങ്കിൽ തുടക്കത്തിൽ ഹെർണിയേറ്റ് ആകും. ഓക്കെ, അതൊരു ഫിസിയോളജിക്കൽ ഹെർണിയാണ്. കാരണം കുറച്ച് മുന്നോട്ട് വളർന്നു വരുമ്പോഴത്തേക്ക് ഫീറ്റൽ ഡെവലപ്മെൻറ്റ് മുന്നോട്ട് പോകുന്ന സമയത്ത് തിരിച്ച് ഈ മിഡ് ഗട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇൻഡസ്റ്റൈൻ പോലുള്ള ഭാഗങ്ങൾ തിരിച്ച് അബ്ഡോമിനൽ ക്യാവിറ്റിയിലോട്ട് കയറുകയും ചെയ്യും. പക്ഷെ അങ്ങനെ വരാതിരിക്കുമ്പോൾ അംബിലിക്കസിലോട്ട് പോയ മിഡ് ഗട്ട് അബ്ഡോമിനൽ ക്യാവിറ്റിയിലോട്ട് തിരിച്ചു വരാത്ത അവസ്ഥയ്ക്കാണ് നമ്മൾ എന്താ പറയുന്നത് ഓംഫാലോസീൽ എന്ന് പറയുന്നത്. അംബിലിക്കസിൻ്റെ ബേസിലൂടെ ഇത് പുറത്തോട്ട് പ്രൊട്രൂഡ് ചെയ്ത് വരും. ഇതിന് ചുറ്റും ഒരു പ്രൊട്ടക്റ്റീവ് സാക്ക് ഉണ്ടാവും, പെരിട്ടോണിയത്തിൻ്റെയും അമ്നിയോണിൻ്റെയും ഒരു തിന്നായിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ മറ്റ് കൺജനിറ്റൽ ഡിഫക്ട്സ്, പ്രത്യേകിച്ച് കാർഡിയക് ഡിഫക്ട്സ്, ട്രൈസോമി പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രണ്ട് കേസിലും നമ്മൾ പ്രധാന ട്രീറ്റ്മെൻറ്റ് എക്സാം ഫോക്കസ്ഡ് പറയുന്നതാണ് സ്റ്റെറൈലായിട്ടുള്ള വാം, സലൈൻ, സോക്കഡ്, ഗോസ്. ഓക്കെ, കവർ ചെയ്യണം എക്സ്പോസ്ഡ് ഓർഗൻസിലോട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യും. കറക്ഷന് വേണ്ടിയിട്ട് സർജറിയാണ് ചെയ്യുന്നത്. DHA, ഹാദ്, MOH, പ്രോമെട്രിക്, എൻക്ലെക്സാറൻ ഗവൺമെൻറ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ക്രാഷ് കോഴ്സസും റെഗുലർ ക്ലാസ്സസും നമ്മുടെ നഴ്സിംഗ് ഫ്ലിക്സ് ലെക്ചേഴ്സ് ആപ്പിലും വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.